ഹലോ ഗെയ്സ്, 1/2 കിലോ അയില മീൻ വാങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തേങ്ങയെല്ലാം ചേർത്ത് കറി ഉണ്ടാക്കാം. തേങ്ങയെല്ലാം അരച്ച് ചേർത്തിട്ട്. അപ്പം ഞാനിത് ക്ലീൻ ആക്കിയിട്ട് വരാം. അയില മീനെല്ലാം നന്നായി മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അന്ന് 2-3 പൊരിക്കാൻ വേണ്ടി എടുത്തു. ബാക്കി കറി വെക്കുന്നത്. ഇനി നമുക്ക് 1 മുറി തേങ്ങ ചിരകിയെടുക്കാം. ചെറിയ 1 മുറി തേങ്ങ ഇത് ചിരകിയെടുക്കാം. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ മുറി ആയതുകൊണ്ടാണ് 1 മുറി എടുത്തത്, അല്ലെങ്കിൽ കുറച്ച് എടുക്കേണ്ടി. കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 10-15 മുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നമുക്ക് കുറച്ച് എരിവ് അധികം വേണ്ടി കൊണ്ട് ഞാൻ കുറച്ചധികം മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. മുളക് വറുത്തെടുക്കുന്നുണ്ട്. മുളക് കുറച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മല്ലി കരിഞ്ഞു പോകും. മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി വറുത്തെടുക്കാം. മുളകും മല്ലിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ, മല്ലി, മുളക് ഇത് 3 നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഉള്ളി, 1 മീഡിയം തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി. 1 മൺചട്ടി അടുപ്പത്തേക്കൊക്കെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിടുമ്പം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊടംപുളി ചേർത്ത് കൊടുക്കാം. കൊടംപുളിക്ക് ഭയങ്കര കളറ്. കൊടംപുളി ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഇത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 5-10 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി തിളച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. കുടംപുളിയെല്ലാം ചേർത്തതും കൊണ്ട് തേങ്ങ അരച്ച് ചേർത്ത മീൻകറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.